പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉയർപ്പ് ഞായർ നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത് വലിയൊരു ചലഞ്ചാണ്, വലിയൊരു വെല്ലുവിളിയാണ്. അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ അവരോട് പോയി പറയുവിൻ. ഇത് ഉയർത്ത കർത്താവിനെ കണ്ടവർക്ക് മാത്രം പറയാൻ പറ്റുന്ന കാര്യമാണ്. എൻ്റെ കർത്താവിനെ അവരെടുത്തുകൊണ്ടുപോയി എന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മഗ്ദലനയെ കാണണം കല്ലറയുടെ മുൻപിൽ. എൻ്റെ കർത്താവിനെ അവരെടുത്തുകൊണ്ടുപോയി. ഇതൊരാളുടെ ജീവിതത്തിൻ്റെ ദുഃഖവെള്ളിയാണ്. കർത്താവിനെ നഷ്ടപ്പെട്ടു പോയ ഒരു നിമിഷം, കർത്താവ് ഇല്ലാതായി പോയ സമയം, അവിടെ നിന്ന് ഈ കല്ലറയെയും തോൽപ്പിച്ചുയർത്ത, മരണത്തെ തോൽപ്പിച്ചുയർത്ത എൻ്റെ തമ്പുരാൻ എൻ്റെ മുൻപിൽ നിൽക്കുന്നു. ഞാൻ അവനെ കണ്ടു. എനിക്ക് നഷ്ടപ്പെട്ടു പോയ കർത്താവിനെ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനുഭവിച്ച കാര്യം കൂടെയുള്ളവരോട് ചെന്ന് പറയാന്നുള്ളതാണ് ഉയർപ്പ് ഞായറിൻ്റെ ഓർമ്മപ്പെടുത്തൽ. അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും അത് ചെന്ന് പറയാം. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ കർത്താവ്, അത്രയും നാൾ കരഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യര് പിന്നെ ഇങ്ങനെ വലിയ പ്രത്യാശയുടെ സുവിശേഷകരായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മഗ്ദലനെ തന്നെ എടുക്കാം. എനിക്ക് എൻ്റെ കർത്താവിനെ നഷ്ടപ്പെട്ടു, അവനെൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു നിന്നിരുന്ന ഒരാൾ പെട്ടെന്ന് ഈശോയെ കാണുന്നതോടുകൂടെ അവൻ ജീവിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് സുവിശേഷകന്മാരുടെ സുവിശേഷകയായി, അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലയായി, ദൈവം ജീവിച്ചിരിക്കുന്നു, എൻ്റെ കർത്താവ് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, അവൻ ജീവിച്ചിരിക്കുന്നു, ദൈവമാണെന്ന് പറഞ്ഞ് സുവിശേഷം പറയുന്ന കാഴ്ച നമ്മൾ കാണും. ഇത് തന്നെയാണ് ഉയർപ്പ് ഞായറിനെ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, നിരാശയുടെ സംസാരങ്ങൾ മാത്രം പറഞ്ഞിരുന്ന മനുഷ്യര് കർത്താവിനെ കണ്ടുമുട്ടി കഴിയുമ്പോൾ, അവനെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ സന്തോഷത്തോടുകൂടെ ജെറുസലേമിലേക്ക് മടങ്ങി എന്ന് പറയണേ. ഇതിനു മുന്നേ എപ്പോഴൊക്കെ ഈ കർത്താവിനെ കാണുന്നോ അപ്പോഴൊക്കെ മനുഷ്യരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം അതാണ്. ഇതിനാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. ഉയർപ്പിക്കപ്പെട്ടവനെ കണ്ടുമുട്ടിയവരുടെ സന്തോഷവും കരുത്തുമാണ് ഈസ്റ്റർ ഞായർ നമ്മളിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഹാഗാറിനെ കാണും, മരുഭൂമിയിലേക്ക് ഒളിച്ചോടി ജീവിതം അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിച്ച ഒരു പെൺകുട്ടി. അവൾ അവിടെ ചെന്നിട്ട് ദൈവം അവളെ കണ്ടെത്തി എന്ന് പറയും. മരുഭൂമിയിൽ വെച്ചിട്ട് വചനം പറയണതാ, ദൈവം അവളെ കണ്ടെത്തി. എന്നിട്ട് ചോദിക്കും, ഹാഗാർ നീ എവിടെന്നാ വരണേ, എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങനെ ഒരു സംഭാഷണം ഉണ്ടാകുന്നതോടുകൂടെ, ആ ദൈവത്തെ കാണുന്നതോടുകൂടെ ഹാഗാർ പറയുന്നുണ്ട്, എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വച്ച് കണ്ടു. എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന് പറഞ്ഞിട്ട് എൽറോയി എന്ന് ആ സ്ഥലത്തിന് പേരിടും. എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു. എന്നിട്ട് ഹാഗാർ തിരിച്ചു പോകുന്നത് അതേ അടിമക്കൂടാരത്തിലേക്ക്, അതേ ക്രൂരയായ സാറ എന്ന് പറയുന്ന യജമാനത്തിയുടെ അടുത്തേക്ക് തന്നെയാണ്. പക്ഷേ വന്നത് അടിമയെ കണക്കാണെങ്കിൽ തിരിച്ചു പോകുന്നത് സുൽത്താനയുടെ ആത്മവിശ്വാസത്തോടെ. കാരണം ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടു. ജീവിച്ചിരിക്കുന്ന ദൈവത്തെ, എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാൻ കണ്ടു. സമരിയക്കാരി സ്ത്രീയെ നോക്കണം. ജീവിതം നിങ്ങളിൽ നിന്ന് അപഹരിച്ചെടുത്തതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു തരുന്ന ഒരുവനെയാണ് നിങ്ങൾ മിശിഹ എന്ന് വിളിക്കുന്നതെങ്കിൽ ആ മിശിഹായെ ഞാൻ കണ്ടു. അവളുടെ തിരിച്ചുപോക്ക് കാണണം. ഇങ്ങനെ നട്ടുച്ചയ്ക്ക് ആരും കാണാതെ വെള്ളം കോരാൻ തലകുനിച്ച് വന്നൊരു പെങ്കൊച്ച് ഇങ്ങനെ കുടം മറന്നു വെച്ച് അവൾക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നൃത്തച്ചുവടുകളുമായിട്ട് തിരിച്ചു പോയൊരു പട്ടണത്തെ മുഴുവൻ ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ അവളുടെ ഉള്ളിൽ നിറഞ്ഞ പ്രത്യാശയും സന്തോഷവും എത്രമാത്രമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കണം. അതാണ് ഈസ്റ്റർ, അതാണ് ഈ ഉയർപ്പ് തിരുനാൾ നമ്മുടെ മുൻപിൽ തരുന്ന വലിയ വെല്ലുവിളി. എല്ലാവരോടും പോയി നിങ്ങളുടെ ദൈവം ജീവിച്ചിരിക്കുന്നുവെന്നാണ്. ആദിമകാല ക്രിസ്ത്യാനികളുടെ ജീവിതത്തെ ഒന്ന് നോക്കണം. ബഹുമാനപ്പെട്ട ഡാനിയലച്ചൻ്റെ ടോക്കിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, പീഡനങ്ങളുടെ പരമ്പര നടക്കുമ്പോൾ മർദ്ദനങ്ങളെ ഇവരുടെ മനസ്സ് മടുപ്പിക്കുന്ന മർദ്ദനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇവരിങ്ങനെ പ്രത്യാശയോടെ ബലപ്പെട്ട് നിന്നതിൻ്റെ കാരണം, ഞങ്ങളെ കൊല്ലണമെങ്കിൽ കൊന്നോ, തിളച്ച എണ്ണയിൽ മുക്കണമെങ്കിൽ മുക്കിക്കോ, സിംഹങ്ങൾക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കണമെങ്കിൽ വലിച്ചെറിഞ്ഞോ, കുന്തത്തിൽ കുത്തണമെങ്കിൽ കുത്തിക്കോ, കുരിശിൽ തൂക്കണമെങ്കിൽ തൂക്കിക്കോ എന്ന് പറഞ്ഞ് അവർ കൊടുത്തതിൻ്റെ കാരണം, ബലപ്പെട്ട് നിന്നതിൻ്റെ കാരണം ജീവൻ കൊടുത്തുകൊണ്ട്, അവനിങ്ങനെ ബലം കൊടുത്തുകൊണ്ട് അവരുടെ ഇടയിലൂടെ ജീവിക്കുന്ന ഒരുവൻ നടന്നു പോയത് കൊണ്ടാ.
അതവർ അനുഭവിച്ചതുകൊണ്ടാണ്, അവർ ആ ഒരു കാഴ്ച അവർ കണ്ടതുകൊണ്ടാണ് ക്രിസ്തു ഞങ്ങളുടെ ദൈവം ജീവിച്ചിരിക്കുന്നു. എല്ലാവരോടും പറയണം. ഇന്ന് നമ്മളിങ്ങനെ കണ്ടുമുട്ടുന്ന ഓരോരുത്തരോടും പള്ളിയിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം, ഞങ്ങളുടെ ദൈവം ജീവിച്ചിരിക്കുന്നു. അത് പുറത്തിറങ്ങിയിട്ട് ഇനിയുള്ള ജീവിതം, കാരണം അത് വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. ക്രിസ്തു ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളം ഒഴിഞ്ഞ കല്ലറ എന്നുള്ളതിനേക്കാൾ അവനെ ഇങ്ങനെ മരിച്ചവരിൽ നിന്ന് ഉയർത്ത അവനെ കണ്ട മനുഷ്യരുടെ പിന്നീടുള്ള ജീവിതമായിരുന്നു. ഒഴിഞ്ഞ കല്ലറയെക്കുറിച്ച് പല കഥകളും സംശയങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അവനെ കണ്ടുമുട്ടിയ ആളുകളുടെ ജീവിതത്തിൽ വന്ന മാറ്റമുണ്ട്. പറഞ്ഞല്ലോ, ഈ കരഞ്ഞിരുന്നവര്, നിരാശപ്പെട്ടിരുന്നവര്, ഒളിച്ചിരുന്നവരൊക്കെ ഇങ്ങനെ കരുത്തോടുകൂടെ പുറത്തേക്ക് വരിക, ഇങ്ങനെ പ്രഘോഷിക്കുക. നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. വെറും ഒരു കെട്ടുകഥയുടെ പേരിൽ, ഇല്ലാ കഥയുടെ പേരിൽ തങ്ങളുടെ ജീവിതങ്ങൾ ഇങ്ങനെ റിസ്ക് എടുക്കാനായിട്ട്, ലൈഫ് പണയം വയ്ക്കാനായിട്ട് ആരെങ്കിലും തയ്യാറാവോ? അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അടയാളം. ഞാനും നീയുമാണ്. ആ ഉദ്ധാനം ചെയ്ത ഈശോയെ കണ്ടുമുട്ടിയ എൻ്റെ പ്രത്യാശ നിറഞ്ഞ ജീവിതമാണ് ഈ ലോകത്തിൻ്റെ മുൻപിൽ ഈസ്റ്ററിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. എൻ്റെ കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ വിളിച്ചു പറയൽ. ഈ ഒരു ദർശനം തന്ന് ഞങ്ങളെ ആശീർവദിക്കണമെന്ന്, ജീവിക്കുന്നവനായ നിന്നെ കണ്ടുമുട്ടി പ്രത്യാശയിലേക്ക് തിരിച്ചു പോകാനായിട്ടുള്ള അനുഗ്രഹം തരണമേ എന്നുള്ള ആ വലിയ പ്രാർത്ഥനയോടുകൂടി അവിടുത്തെ ആശീർവാദം, ഉദ്ധാനം ചെയ്തവന്റെ ആശീർവാദം പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്. നീ അവനെ കല്ലറയിൽ നോക്കണ്ട, അവനെ കാണണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ നോക്ക്. ഇത് പറയാൻ പറ്റണമെന്നേ. അവനെ കാണണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ നോക്ക്. ഞങ്ങളുടെ ജീവിതം കാണുമ്പോൾ, അതിൻ്റെ പ്രത്യാശ നിറഞ്ഞു നിൽക്കുന്ന ജീവിതം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങളുടെ ദൈവം ജീവിച്ചിരിക്കുന്നുണ്ട്, ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. അവൻ മരിച്ചുപോയൊരു ദൈവമല്ല, നേരെ മറിച്ച് ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ദൈവമാണ്. ആ പ്രത്യാശ ലോകത്തിന് കൊടുക്കാൻ ഞങ്ങളെ ആശീർവദിക്കണേ എന്ന വലിയ ആഗ്രഹത്തോടുകൂടെ, വലിയ സന്തോഷത്തിൻ്റെ നിറവിൽ നമുക്ക് ഈ രാത്രിയിൽ ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ